ഹായ് ഓ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്യാൻഡൽസ്റ്റിക് എങ്ങനെ റീഡ് ചെയ്യാന്നുള്ള കാര്യം പഠിച്ചു. അതായത് ബേസിക് ആയിട്ട് ബുള്ളിഷ് ക്യാൻഡിൽ എന്താ, ബാരിഷ് ക്യാൻഡിൽ എന്താ, എങ്ങനെയാണ് അവരെ സ്പോട്ട് ചെയ്യാന്നുള്ള സംഭവങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോവാണ്. നമ്മൾ ഒരു സ്വിംഗ് ഹൈയും സ്വിംഗ് ലോയും എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് പോകാം. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നോക്കാം, ഇതൊരു 3 ക്യാൻഡിൽസ് ആണിത്. ഓക്കെ, ദിസ് ഈസ് ദ ഓപ്പൺ ഹൈ ആൻഡ് ഇതിൽ വിക്ക് ഇല്ലാത്തത്, അതായത് മാരോട്ടൽ ലൈൻ ഇല്ലാത്തത്, ഇറ്റ് ക്ലോസസ് എക്സാക്ട്ലി അറ്റ് ദിസ് പോയിന്റ്. ലൈക്ക് ഇതിൻ്റെ താഴോട്ട് ഇത് പ്രൈസ് റീട്രേസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതിന് വിക്കില്ലാത്തത്. ഓക്കെ, ഈ കേസിലും അതാണ്. സോ ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ, അതായത് നമുക്ക് ഈ ക്യാൻഡിൽസിന് നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഫസ്റ്റ് ക്യാൻഡിലാക്കാം, സോറി, ഇത് സെക്കൻഡ് ക്യാൻഡിൽ ആൻഡ് ഇത് തേർഡ് ക്യാൻഡിൽ. ഇതിലും സെയിം അപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പം സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെയും തേർഡ് ക്യാൻഡിലിൻ്റെയും ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈ ഈ ബാക്കത്തെയും ഫ്രണ്ടത്തെയും ക്യാൻഡിലിൻ്റെ ഹൈനെക്കാട്ടും മേലെയാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് സ്വിംഗ് ഹൈ എന്ന് പറയാം. ഓക്കെ, വേറെ സിറ്റുവേഷൻ ആണെങ്കിലും സെയിം ആണ്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ വിക്കില്ല, ബട്ട് സ്റ്റിൽ പ്രൈസ് ക്ലോസ് ചെയ്തത് ഇതാണ്, അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയസ്റ്റ് പോയിന്റ് ഇതാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെയും തേർഡ് ക്യാൻഡിലിൻ്റെയും ലോ, അത് ഇവർ രണ്ട് ലോയിനെക്കാട്ടും ലൈക്ക് മേലെയാണ്. ലൈക്ക് ഫസ്റ്റിൻ്റെയും തേർഡിൻ്റെയും ലോ സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ലോനെക്കാട്ടും മേലെയാണ്. സോ ദിസ് ഈസ് എ സ്വിംഗ് ലോ. ഓക്കെ, ഇവിടെ വിക്ക് വേണം നിർബന്ധമില്ല, കാരണം ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് ഇങ്ങനെയാണ്. അപ്പം എങ്ങനെയാണ് ഒരു ബാരിഷ് ക്യാൻഡിൽ ഉണ്ടാവുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So if you haven't watched that, go back and watch it. Okay, open, low, close, and bearish candle. Alright, അപ്പോൾ നമുക്ക് ഇത് ചാർട്ടിൽ എങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ കണ്ടോ, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഹൈ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇതിൻ്റെ മേലെ ക്ലോസ് ചെയ്തിട്ടില്ല. സോ ദിസ് ഈസ് എ സ്വിംഗ് ഹൈ. ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, രണ്ടിൻ്റെ ലോ ഇതിൻ്റെ മേലെ ക്ലോസ്, ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തിട്ടില്ല. സോ ദിസ് ഈസ് എ സ്വിംഗ് ലോ. ക്യാൻഡിലിൻ്റെ കളർ ബാരിഷ് ആണോ ബുള്ളിഷ് ആണോ എന്നുള്ളത് ഇതിൽ മാറ്റർ ചെയ്യുന്നില്ല. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. സ്വിംഗ് ലോ, സ്വിംഗ് ലോ, സ്വിംഗ് ലോ, സ്വിംഗ് ലോ. ഓക്കെ, സ്വിംഗ് ഹൈ, സ്വിംഗ് ഹൈ, സ്വിംഗ് ഹൈ. ഇതെന്താ സ്വിംഗ് ഹൈ ആവുന്നത്? ഫസ്റ്റും ഇല്ല, തേർഡ് ക്യാൻഡിലും ഫസ്റ്റ് ക്യാൻഡിലും ഹൈ ഇതിൻ്റെ മേലെ ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, സ്വിംഗ് ലോ, സ്വിംഗ് ലോ, സ്വിംഗ് ലോ, സ്വിംഗ് ലോ. പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റർമീഡിയറ്റ് ഹൈയും ഹൈ ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഹൈയും ലോയും, പിന്നെ ഇൻറ്റേർണൽ ഹൈയും ലോയുമാണ്. ഓക്കെ, അതായത് സ്വിംഗ് ഹൈയും ലോയും കേട്ടോ. ഇൻ്റർമീഡിയറ്റ് സ്വിംഗ് ഹൈയും ഇൻറ്റേർണൽ സ്വിംഗ് ഹൈയും. ഇപ്പം നിങ്ങൾക്ക് പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും. ഇൻറ്റേർണൽ സ്വിംഗ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ അകത്ത് വരുന്ന, ലൈക്ക് അതിൻ്റെ അകത്ത് വരുന്ന എല്ലാ സ്വിംഗ് ഹൈസും ലോസും, അതാണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് ഈ ഒരു പ്രൈസ് ആക്ഷൻ എടുക്കാം. ഈ ഒരു പ്രൈസ് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അതൊരു സ്വിംഗ് ഹൈ ആണ്.
Okay, this is also a swing high. 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 ഇതും സ്വിങ് ഹൈ ആണ്. സ്വിങ് ലോ മാർക്ക് ചെയ്യാം. സ്വിങ് ലോ, സ്വിങ് ലോ, സ്വിങ് ലോ, സ്വിങ് ലോ, സ്വിങ് ലോ, സ്വിങ് ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൈസ് ആക്ഷൻ എടുക്കാം. അതായത് പ്രൈസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്ത്, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്ത്, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്ത്, ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഈ പ്രൈസ് റേഞ്ചിൽ ഹയസ്റ്റ് ഹൈ ഏതാണ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ കാണുന്നതാണ് ഹയസ്റ്റ് ഹൈ. ഓക്കെ, അപ്പം ഇതിനാണ് ഇൻ്റർമീഡിയറ്റ് സ്വിങ് ഹൈ എന്ന് പറയാം. അതായത് ഹയസ്റ്റ് ലോ ഓർ ഹയസ്റ്റ് ഹൈ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പം ഈ ഒരു കേസിൽ ഇതാണ് സ്വിങ് ഇൻ്റർമീഡിയറ്റ് ഹൈ ആൻഡ് ഇതാണ് ഇൻ്റർമീഡിയറ്റ് ലോ. ഈ കാണുന്നതെല്ലാം ഇൻറ്റേർണൽ ഹൈസും ലോസും. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഒരാൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവരുടെ SL കീപ്പ് ചെയ്യുന്നത് ലൈക്ക് ഇവിടെ നിന്നൊരു ബൈ എടുക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു ഈ ഒരു പോയിന്റിൽ നിന്ന്. അപ്പോൾ അവർ ഒബ്വിയസ്ലി അവർ SL കീപ്പ് ചെയ്യുക അവരുടെ തൊട്ട് താഴെയുള്ള സ്വിങ് ലോയിലായിരിക്കും. ഡസൻ ഹാവ് ടു ബി, അതൊരു നെസസിറ്റി അല്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദ കേസസ് അങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ അടിയിലൊക്കെ എന്താ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യും. ഒരു ബൈ ഓർഡർ മാർക്കറ്റിൽ പ്ലേസ് ആവണമെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു സെൽ ഓർഡർ അവരെ വേണം. ലൈക്ക് ഇറ്റ് ഡസൻ ഹാപ്പൻ ഫ്രം തിൻ എയർ. ഓക്കെ, അപ്പം ഒരു സെൽ ഓർഡർ മാർക്കറ്റ് പ്ലേസ് ആവണമെങ്കിൽ അവിടെ ബൈ ഓർഡർ ഓപ്പോസിറ്റ് വേണം. അതായത് ഒരു സാധനം വാങ്ങാൻ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് അത് വിൽക്കാൻ വേണ്ടി വേറൊരാൾ വേണം, എന്നാൽ മാത്രമേ അയാൾക്ക് വാങ്ങാനാവും. അതേപോലെ ഒരാൾ വിൽക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വാങ്ങാൻ ഒരു പാർട്ടി വേണം, എന്നാലേ അങ്ങേർക്ക് അത് വിൽക്കാൻ പറ്റും. ഓൾറൈറ്റ്, അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. അപ്പം ഇവിടുന്ന് വാങ്ങിയ ഒരാൾ ഇത്രയാണ് അയാൾ റിസ്ക് വെക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ റിസ്ക് വെക്കുമ്പോൾ അയാൾ ഇവിടെ SL വെച്ച് കഴിഞ്ഞാൽ SL വെക്കുമ്പം ഇവിടുന്ന് ബൈ ഓർഡർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൽ ഓർഡറാണ്. അപ്പം ഇവിടെ എന്താണ് സെൽ ഓർഡർ അക്യുമുലേറ്റ് ചെയ്ത് കുറേ ആൾക്കാർ ഈ സംഭവം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ ലിക്വിഡിറ്റിയാണ്. ഓക്കെ, അപ്പം മാർക്കറ്റ് എപ്പോഴും മൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി സീക്ക് ചെയ്തിട്ടാണ്, ഓർ ടു ഇൻബാലൻസ് ഇൻഎഫിഷ്യൻസീസ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, ഈ രണ്ട് കാരണം കൊണ്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, മാർക്കറ്റ് ഫസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു സിനാരിയോ പറയാണ്. ഒരു ഹയസ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയസ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തു, താഴെ പോയി ഈ ലിക്വിഡിറ്റി എടുത്തു, ഒരു സിംഗിൾ കണ്ടോ. ഈ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ, അതായത് സെൽ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ബൈ ആണ് പോവുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പ്രൈസ് റൺ ചെയ്യുക. ഇവിടുന്ന് ബൈ എടുത്തു, ഇവിടെ ലിക്വിഡിറ്റി എടുത്തിട്ട്, അതായത് ഇവിടുന്ന് സെൽ ഓഫ് ചെയ്ത ആൾക്കാരുടെ ലിക്വിഡിറ്റി ഇവിടെ ഉണ്ടാവും. പിന്നെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ലൈക്ക് ഡസൻ ഹാവ് നെസസറിലി ഇത് ഈ ഒരു കേസിന് ആവണ്ട, ബട്ട് ഇവിടുന്ന് സെൽ ഓഫ് ചെയ്ത ആൾക്കാരുടെ SL ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് അതെടുത്തിട്ട് ഇവിടുന്ന് സെല്ല് ചെയ്യേണ്ട ആൾക്കാർ താഴോട്ട് പോയി. ഓക്കെ, താഴോട്ട് പോയിട്ട് ഈ ഒരു കേസിലാണെങ്കിൽ ഇവിടെ ഓർഡർ ബ്ലോക്സും കാര്യങ്ങളും ഉണ്ട്, അതിപ്പോൾ നോക്കണ്ട. എന്നിട്ട് പ്രൈസ് മേലെ പോയി. ദെൻ ഈ ഇൻ്റർമീഡിയറ്റ് ഹൈ എന്ന് പറയുന്നതാണ് ലൈക്ക് അത് ഒരു ഈ ഒരു എന്താ പറയുക ഇൻറ്റേർണൽ ലിക്വിഡിറ്റീസിനെക്കാട്ടും എപ്പോഴും ഒരു ഹയർ പ്രയോറിറ്റിയിൽ നിൽക്കുക, എപ്പോഴും ഇൻറ്റേർണൽ ഹൈ ആവും. ഓക്കെ, അപ്പം ഇൻറ്റേർണൽ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് പൊതുവേ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റൊക്കെ കാണാം. അതായത് ബുള്ളിഷായ മാർക്കറ്റ് ബാരിഷ് ആവുന്നതും ബാരിഷായ മാർക്കറ്റ് ബുള്ളിഷ് ആവുന്നതും ഇൻറ്റേർണൽ ഹൈസും ലോസും ഒക്കെ ബ്രേക്ക് ചെയ്തിട്ടും ആവാം. ലൈക്ക് അതിന് കൂടുതൽ ചാൻസ് ലൈക്ക് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ പ്രോബബിലിറ്റി ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി, അതായത് ഒരു ഇൻ്റർമീഡിയറ്റ് ഹൈയോ ലോയോ എന്തെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടായിരിക്കണം. അപ്പം സപ്പോസ് ഈ ഒരു കേസിൽ നമ്മളിപ്പം ഒരു ഇൻ്റർമീഡിയറ്റ് ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ എന്താ ഇനി നെക്സ്റ്റ് ഇൻറ്റേർണൽ ഹൈ ഏതാ, ലൈക്ക് ഇൻ്റർമീഡിയറ്റ് ഹൈ ഇതാണ്. അപ്പം ഇനി ഈ പ്രൈസ് ആക്ഷനിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഹൈ എന്ന് പറയുന്നത് ഈ കാണുന്ന ഹൈ ആണ്. ഇതൊക്കെ ഇൻറ്റേർണൽ ലിക്വിഡിറ്റീസ്, ചെറിയ ചെറിയ ലിക്വിഡിറ്റീസ്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ മേലോട്ട് പോകണമെങ്കിൽ മാർക്കറ്റ് മേ ബി
താഴെ വന്നിട്ട് ഈ ചെറിയ ചെറിയ ലിക്വിഡിറ്റീസ് എടുത്തിട്ട്, അതായത് റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് റൺ ചെയ്യാം. ഓക്കെ, അപ്പം ക്രൂഷ്യൽ ഇനിയിപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ ഹൈസും എക്സ്റ്റേണൽ ഹൈസും ലൈക്ക് ഇൻ്റർമീഡിയറ്റ് ഹൈസും എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് ഇൻറ്റേർണൽ ഹൈസ് എന്ന് പറയുന്ന ഒരു പ്രൈസ് റണ്ണിൽ ഇൻറ്റേർണലായിട്ട് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ലിക്വിഡിറ്റീസ് ലൈക്ക് ഹൈസും ലോസും, അതായത് സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഹൈസും ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ റണ്ണിൽ ദ ഹൈയസ്റ്റ് ഹൈ ആൻഡ് ദ ലോവസ്റ്റ് ലോ. ഓക്കെ, പ്രയോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്താ പറയുക, ഇപ്പം നമ്മൾ കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് എപ്പോഴും ഇൻ്റർമീഡിയറ്റ് ഹൈസിന്. കാരണം they can change the direction of the market. ഓക്കെ, അത് സ്വീപ്പ് ചെയ്യുമ്പോഴാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഒക്കെ മാറാതിരിക്കാനും ഒക്കെ ചാൻസ് ഉള്ളത്. ഓൾറൈറ്റ്, ഇനി നമുക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള ഹൈസും ലോസും നോക്കാം. നമുക്ക് മെയിനായിട്ടുള്ളത് സെഷൻ ഹൈസും സെഷൻ ലോസും. അതെന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അപ്പം സെഷൻ ഹൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിനെ 3 സെഷൻസ് ആയിട്ടാണ്, പൊതുവെ 3 സെഷൻസ് ആയിട്ടാണ് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുക. അതായത് ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷൻ, ന്യൂയോർക്ക് സെഷൻ. ഓക്കെ, ഇത് ന്യൂയോർക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ന്യൂയോർക്ക് മോർണിംഗും ന്യൂയോർക്ക് ആഫ്റ്റർനൂണും ചെയ്യാം. കാരണം അത് അങ്ങനെ ഒരു സ്വഭാവ വ്യത്യാസമുണ്ട് അതിൻ്റെ അകത്ത്. സോ നമുക്ക് വേണമെങ്കിൽ 4 ആയിട്ടും കാണാം. അപ്പോൾ പൊതുവെ മെയിനായിട്ടുള്ള ലിക്വിഡിറ്റീസ് ഞാൻ എടുക്കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ ഹൈസ് ആൻഡ് ലോസും, പിന്നെ ലണ്ടൻ ഹൈസ് ആൻഡ് ലോസും, പിന്നെ ന്യൂയോർക്ക് ഹൈസ് ആൻഡ് ലോസും. ഇതിൽ ഈ ഒരു സെഷൻസിൽ വരുന്ന സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും ആണ് എന്താ പറയുക റെലവൻ്റ് ആയിട്ട്. കാരണം സ്വിംഗ് ഹൈസും ലോസും എന്ന് പറയുന്ന മാർക്കറ്റിൽ എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ലിക്വിഡിറ്റി ഉള്ളിടത്തോളം കാലം ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാനും അത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഹൈസും ലോസും എന്ന് പറയുന്നത് സെഷൻ ഹൈസും സെഷൻ ലോസും. പിന്നെ ഡെയിലി ഹൈ, ഡെയിലി ലോ വരാം, പിന്നെ വീക്ക്ലി ഹൈ, വീക്ക്ലി ലോ, മന്ത്ലി ഹൈ, മന്ത്ലി ലോ, പിന്നെ ഇയർലി ഹൈ, ഇയർലി ലോ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മാർക്കറ്റിൻ്റെ സ്വഭാവത്തിനെ മാറ്റി വരയ്ക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഹൈസ് ലോസും. അതുകൊണ്ടാണ് അവർ എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് ഹൈസ് ആൻഡ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഏഷ്യൻ സെഷൻ എന്ന് പറയുന്നത് പൊതുവെ 18 to ലൈക്ക് ഒരു മിഡ് നൈറ്റ് മാർക്കറ്റ് ഓപ്പൺ 12 o'clock വരെ എടുക്കുന്നതുകൊണ്ട് ഞാൻ പൊതുവെ 21 hours വരെ എടുക്കാറ്. ഞാൻ ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈമിൽ 24 hours കേട്ടോ സംസാരിക്കുന്നത്. അതിൻ്റെ അകത്ത് വരുന്ന ഹൈസും ലോസും ആണ് ഏഷ്യ ഹൈയും ഏഷ്യ ലോ ആയിട്ട് നമ്മൾ എടുക്കുക. പിന്നെ ലണ്ടൻ ഹൈസും ലോസും ആണെങ്കിൽ പൊതുവെ 2 to 5 ആണ് നമ്മൾ എടുക്കുക. അതായത് 2 AM to 5 AM അകത്ത് വരുന്ന സ്വിംഗ് ഹൈസും സ്വിംഗ് ലോസും ആണ് നമ്മൾ ലണ്ടൻ ലോസും ഹൈസും ആയിട്ട് കൺസിഡർ ചെയ്യുക. പിന്നെ ന്യൂയോർക്ക് ഹൈസ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി മാർക്കറ്റ് ഓപ്പണിന് ശേഷം, അതായത് 9:30 ഓപ്പണിന് ടു ഒരു ലഞ്ച് അവേഴ്സ് വരെ, ലൈക്ക് ഒരു 11-12 ആ ഒരു റേഞ്ചിൽ വരുന്ന ഹൈസ് ആൻഡ് ലോസുമാണ് ന്യൂയോർക്ക് മോർണിംഗ് സ്വിംഗ് ഹൈസ് ആൻഡ് ലോസ്. പിന്നെ നമുക്ക് ലഞ്ച് അവർ വേണമെങ്കിൽ എടുക്കാം. ലഞ്ച് അവർ എന്ന് പറയുന്നത് പൊതുവെ 1:30 വേണമെങ്കിൽ നമുക്ക് നോക്കാം. ബട്ട് ഐ റെക്കമെൻഡ് 2 to 4, 2 to 5 ആ ഒരു റേഞ്ചാണ് ലഞ്ച് അവറിന് നമ്മൾ നോക്കുക. അപ്പം ഈ ഹൈസ് ആൻഡ് ലോസും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതായത് നമ്മുടെ ബയസ് കൺസിഡർ ചെയ്യാനും ട്രേഡ് കൺസിഡർ ചെയ്യാനും ഒക്കെ ഈ ഹൈസ് ആൻഡ് ലോസ് യൂസ് ചെയ്യുന്നത് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇതൊക്കെ ക്രൂഷ്യൽ ലിക്വിഡിറ്റീസ് റെസ്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സാണ്. അതായത് ഓരോ സെഷൻ ഹൈസും ലോസും അതുപോലെയാണ് ഡെയിലി ഹൈയും ഡെയിലി ലോയും. ഓൾറൈറ്റ്, അപ്പോൾ നമുക്കത് ചാർട്ടിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മളിപ്പം ഒരു 15 minutes ചാർട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പം ഇതെന്നാ ഫ്രൈഡേത്തെ നോക്കാം നമുക്ക്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക 18. സോ ഓക്കെ 18 ഇതാണ് സ്വിംഗ് ലോ. കണ്ടോ?
18 to 21 ഓർ മിഡ് നൈറ്റ് ഓപ്പൺ ആ ഒരു സെഷനിൽ വരെ. അപ്പം ഈ 21 ആണ് ഞാൻ കൺസിഡർ ചെയ്യാറ് പൊതുവെ. ദെൻ ലണ്ടൻ ഹൈ ടു ലണ്ടൻ ലോ, അപ്പം 2 to 5. അപ്പം 2 to 5 ഇടയിൽ ഏറ്റവും ഹയസ്റ്റ് ഹൈ ഇതാണ്. ഓക്കെ, ആൻഡ് ലോവസ്റ്റ് ലോ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ 2 to 5. അപ്പോൾ നമുക്ക് ഇതാണ് ലോവസ്റ്റ് ലോ ആയിട്ട് വരിക. ഇനി മാർക്കറ്റിൻ്റെ എന്ത് ഹൈ ഇത് കാണിച്ചു തരാം ഞാൻ. ലൈക്ക് വൈ ഈസ് ദിസ് ക്രൂഷ്യൽ ഹൈസ് ആൻഡ് ലോസ് എന്നുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ഡെയിലി ഹൈയും ഡെയിലി ലോയും. അപ്പം നിങ്ങൾക്ക് തേഴ്സ്ഡേത്തെ പ്രൈസ് ആക്ഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഓപ്പണായി, ഇവിടെ ക്ലോസ് ആയി. അപ്പം ഇതാണ് ഹയസ്റ്റ് ഹൈ. ഓക്കെ, ആൻഡ് ഇതാണ് ലോവസ്റ്റ് ലോ. കണ്ടോ നിങ്ങൾ മാർക്കറ്റ് 9:30 ഓപ്പണിന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു വെൻ ഹയർ, എന്നിട്ട് ഒരു ബുള്ളിഷ് നാച്ചറായിരുന്നു. ലണ്ടനിലും ഹയർ നാച്ചറായി. ഓക്കെ, ലണ്ടനിൽ പിന്നെ മേലോട്ട് പോയി ഈ സ്വിങ് ഹൈ എടുത്ത് മേലോട്ട് പോവുക. അപ്പോൾ ലണ്ടൻ ഒരു 4-15 ക്യാൻഡലിന് ശേഷം ബാരിഷ് നാച്ചർ തുടങ്ങി. എന്നിട്ട് പ്രൈസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഹൈ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് അവിടെ വെച്ചിട്ട് ഇപ്പം പ്രൈസ് എന്തിലാണ്, പ്രീമിയത്തിലാണ് നിൽക്കുന്നത്. അത് ഷോ ചെയ്യാം. ഈ ഒരു പോയിന്റിൽ പ്രൈസ് വെരി ഹൈ പ്രീമിയം, അതായത് ഈ സ്വിങ് ഹൈ ടു ഈ സ്വിങ് ലോ, ഇൻ്റർമീഡിയറ്റ് ഹൈ ഇൻ്റർമീഡിയറ്റ് ലോ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം നമുക്ക്. ഓക്കെ, എന്നിട്ട് നോക്കുമ്പം 50% മേലെയാണ്. അപ്പോൾ വെരി ഹൈ പ്രീമിയത്തിൻ്റെ പ്രൈസ് ഉള്ളത്. അപ്പോൾ പ്രൈസിന് എന്ത് ചെയ്യണം, ഇത്രയും പ്രീമിയത്തിൽ പോയാൽ ഡിസ്കൗണ്ടിലേക്ക് വരണം. സോ എന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു, ഈ പ്രീവിയസ് ഡേ ഹൈ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഉണ്ടാവും. ഇതാണ് പ്രീവിയസ് ഡേ ഹൈ. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഇത്രയും ലിക്വിഡിറ്റി പ്രൈസ് എടുത്തിട്ട് ഇത്രയും ബൈ സൈഡ് എടുത്തിട്ട് പ്രൈസ് താഴോട്ടോ ഡിസ്കൗണ്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തു, പ്രൈസ് പ്രീവിയസ് ഡേ ലോ അതാണിത്. ഓക്കെ, ഓക്കെ വാട്ടെവർ. ഈ സാധനം ഇനി നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഈ സംഭവം പ്രീവിയസ് ഡേ ലോ സ്വിങ് ലോ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം, ലൈക്ക് ഇൻ്റർമീഡിയറ്റ് ലോ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഓൾറൈറ്റ്, അപ്പം സ്വിങ് ലോ എടുത്തു. കണ്ടോ മാർക്കറ്റിൻ്റെ ഡെലിവറി മാറിയത് കണ്ടോ, 9:30 ഓപ്പണിന് ഇതെടുത്തു, പ്രീവിയസ് ഡേ ഹൈ എടുത്തു, ലോ എടുത്തു. അപ്പം പ്രൈസ് ഒരു സെൽ സൈഡ് എടുത്താൽ പിന്നെ പ്രൈസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക, ഒബ്വിയസ്ലി ബൈ സൈഡിലേക്ക് പ്രൈസ് മൂവ് ചെയ്യും. അപ്പോൾ പ്രീവിയസ് ഡേ ലോ എടുത്തിട്ട് പിന്നെ പ്രീവിയസ് ഡേ ഹൈ എടുക്കാൻ വേണ്ടി പ്രൈസ് പോയതുണ്ടോ. ഇപ്പം 9:30 ലൈക്ക് മോർണിംഗ് സെഷനിലാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഹൈ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി നമുക്ക് കാണപ്പെടുന്നത് മോർണിംഗിലാണ്. അതുകൊണ്ടാണ് ഞാൻ മോർണിംഗിലാണ് ട്രേഡ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രൈസ് അല്ലെങ്കിൽ ചുമ്മാ ചോപ്പി ആയിരിക്കും. ഐ ഡോണ്ട് ലൈക്ക് ടു ട്രേഡ് ഇൻ ദാറ്റ്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ സ്വിങ് ഹൈസ് ആൻഡ് ലോസിൻ്റെ ഇമ്പോർട്ടൻസ്. അതായത് പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് മാർക്കറ്റ് ഷിഫ്റ്റ് തന്നു, then it went towards previous day high, സെൽ സൈഡ് എടുത്തു, എന്നിട്ട് ബൈ സൈഡിലേക്ക് പോയി. പ്രീമിയത്തിൽ മാർക്കറ്റ് പോയി, ഡിസ്കൗണ്ടിൽ വന്നു, സെൽ സൈഡ് എടുത്തു, പ്രീമിയത്തിൽ പോയി. ഓക്കെ, എല്ലാ ലൈക്ക് ഞാൻ ഇതുവരെ സംസാരിച്ച സാധനങ്ങൾ കണക്റ്റായി വരുന്നത് നിങ്ങൾക്കപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാണ്ടാവും. ഓക്കെ, അപ്പോൾ ക്രൂഷ്യൽ ഹൈസ് ആൻഡ് ലോസ് ആണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ക്രൂഷ്യൽ ഹൈസ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ സെഷൻ ഹൈസ്, സെഷൻ ലോസ്. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രീവിയസ് സെഷൻ ഹൈസും പ്രീവിയസ് സെഷൻ ലോസും ഇമ്പോർട്ടൻ്റ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഡെയിലി ഹൈ, ഡെയിലി ലോ, പ്രീവിയസ് ഡേയ്സ് ഹൈ, പ്രീവിയസ് ഡേയ്സ് ലോ, പിന്നെ വീക്ക്ലി ഹൈ, വീക്ക്ലി ലോ, പിന്നെ മന്ത്ലി ഹൈസ്, മന്ത്ലി ലോസ്, ഇയർലി ഹൈസ്, ഇയർലി ലോസ്. ഇയർലി ലോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അതൊക്കെ ഭയങ്കര റെയറായിട്ട് സംഭവിക്കുന്ന സംഭവം. കാരണം അത്രയും പ്രൈസ് മൂവ് ചെയ്തിട്ട് ഇയർലി ഹൈയിലേക്കൊക്കെ വരുന്ന ലൈക്ക് വൺസ് ഇൻ എ ഇയർ എന്നൊക്കെ പറയുന്ന പോലെ നടക്കുന്ന സംഭവം. പിന്നെ ഹൈയസ്റ്റ് ഹൈ, ഹൈയസ്റ്റ് ലോ, അതായത് ഇപ്പം പ്രൈസ് ഭയങ്കര ബുള്ളിഷായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് ഞാൻ ഈ ഒരു കേസിൽ കാണിച്ചു തരാം.
ഒരു കേസിൽ കാണുകയാണെങ്കിൽ നമ്മളിപ്പം നല്ലപോലെ ഡെയിലി ക്യാൻഡിലൊക്കെ ഡ്രോപ്പ് ചെയ്യുവാണെങ്കിൽ ഇതാണ് ഹയസ്റ്റ് ഹൈ. അപ്പം ഇതൊക്കെ ബ്രേക്ക് ചെയ്യുമ്പം ഭയങ്കര ലിക്വിഡിറ്റിയും കാര്യങ്ങളും ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം മാർക്കറ്റിൽ എന്താ പറയുക, ഭയങ്കര ഒരു ലിക്വിഡിറ്റി അട്രാക്റ്റീവ് പോയിന്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് പ്രൈസ് ഇപ്പം പ്രീമിയത്തിലാണ്, എന്തൊരു ഡിസ്കൗണ്ടിൽ വരും, എന്നിട്ട് പ്രൈസ് എടുക്കാൻ പോകുന്നത് ഇതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഒരു സെല്ലർക്ക് സാധനം വിൽക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ഒരു ബയർ വേണം. അപ്പം പ്രൈസ് മൂവ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് ഒറ്റയടിക്ക് പ്രീമിയത്തിലേക്ക് ഇങ്ങനെ പോകത്തില്ല. ലൈക്ക് ലോ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കുമ്പം അങ്ങനെ ഒരു ഹൈ റെസിസ്റ്റൻസ് ട്രെൻഡ് നിങ്ങൾക്ക് കാണാം. ബട്ട് സ്റ്റിൽ നമ്മൾ ഹൈ ടൈം ഫ്രെയിമിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. അത് അങ്ങനെ പോയി കഴിഞ്ഞാലും തിരിച്ച് വന്ന് പ്രീമിയത്തിൽ വന്ന് ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് അത് പിന്നെ റൺ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് എവിടെ ശ്രദ്ധിച്ചാലും ലൈക്ക് ഓവറോൾ ഇപ്പോൾ ESൻ്റെ ഒക്കെ ട്രെൻഡ് നോക്കുവാണെങ്കിൽ ബുള്ളിഷ് ആയിരിക്കും. അതായത് ഇപ്പം ഈ ഒരു സെയിം സാധനം തന്നെ നമ്മൾ ഭയങ്കര ഒരു വർഷത്തെ ക്യാൻഡിലേക്ക് എടുത്തേക്ക് ഒറ്റ ക്യാൻഡിലാണെങ്കിൽ ഒറ്റ ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പ്രൈസ് ഒറ്റയടിക്ക് ബുള്ളിഷ് ആയിരിക്കും കയറി പോയതല്ല. പ്രൈസ് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പ്രൈസ് ഇവിടുന്ന് ഒരു സെൽ സൈഡ് എടുത്തു. അപ്പോൾ പ്രൈസ് ഒബ്വിയസ്ലി എങ്ങോട്ടാണ് പോകേണ്ടത്? ബൈ സൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് ബാലൻസ് ചെയ്യണമല്ലോ. പ്രൈസ് ഹൈ ക്രിയേറ്റ് ചെയ്തു, ഡിസ്കൗണ്ടിൽ വന്നു. ഹൈ ക്രിയേറ്റ് ചെയ്തു, അതായത് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയി ഹൈ ക്രിയേറ്റ് ചെയ്ത് ഡിസ്കൗണ്ടിൽ വന്നു. ഹൈ ക്രിയേറ്റ് ചെയ്ത് ഡിസ്കൗണ്ടിൽ വന്നു. ഹൈ ക്രിയേറ്റ് ചെയ്ത് ഡിസ്കൗണ്ടിൽ വന്നു. പ്രീമിയം ഡിസ്കൗണ്ട്, പ്രീമിയം ഡിസ്കൗണ്ട്, പ്രീമിയം ഡിസ്കൗണ്ട്, പ്രീമിയം ഡിസ്കൗണ്ട്, പ്രീമിയം ഡിസ്കൗണ്ട്. പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ടോ? പ്രൈസ് എപ്പോഴും അങ്ങനെ മൂവ് ചെയ്യത്തുള്ളൂ. ലൈക്ക് ദർ ഈസ് എ റീസൺ. ഓക്കെ, ഓൾറൈറ്റ്. പിന്നെ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഹൈസ് ആൻഡ് ലോസും നമ്മൾ കവർ ചെയ്തു. പിന്നെ ക്രൂഷ്യലായിട്ടുള്ള ഹൈസ് ആൻഡ് ലോസും നമ്മൾ എടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്ക് പോകാം. ഓൾറൈറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.